കലക്ടറുടെ തന്നെ 2 ആഴ്ചക്കുള്ളിൽ അത് മാറ്റണം. അല്ലെങ്കിൽ ജില്ലാ പോലീസ് അധികാരിയെ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ വിട്ടൂരം നടക്കുമ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് കലക്ടർ മറന്നുപോകാൻ പാടില്ല. എന്താണ് ഇന്ത്യ വിട്ടുപോകുക? ആ ശബ്ദം തന്നെ വീണ്ടും ഓഗസ്റ്റ് കഴിഞ്ഞ മാസത്തിൽ ഞാൻ പറയുന്നു കണ്ടു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സേരൻ ഇവിടെ അതിന്റെ ചേർന്നവർക്കും നിലനിർത്തുകയാണ്. തീർത്തും അസാധാരണമായ ഒരു കൗൺസിലിനാണ് ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചത്. ഒരു സൈറൺ മുഴക്കുന്നത് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മാത്രം കൗൺസിൽ. പതിറ്റാണ്ടുകളായി കണ്ണൂർ കോർപ്പറേഷനിൽ തുടരുന്ന സൈറൺ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർ നൽകിയ ഉത്തരവാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തരമൊരു പ്രത്യേക കൗൺസിലിന് വേദിയാകാൻ കാരണമായത്. നിശിത വിമർശനമാണ് കളക്ടർക്കും DIGക്കും ഈ പ്രത്യേക കൗൺസിലിൽ നേരിടേണ്ടി വന്നത്. അടിയന്തരമായിട്ട് അതിന്റെ ചെയർമാൻ എന്ന പദവി ഉപയോഗിച്ച് കലക്ടറുടെ തന്നെ 2 ആഴ്ചക്കുള്ളിൽ അത് മാറ്റണം. അല്ലെങ്കിൽ ജില്ലാ പോലീസ് അധികാരിയെ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ വിട്ടൂരം നടക്കുമ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് കലക്ടർ മറന്നുപോകാൻ പാടില്ല. ജില്ലാ ഭരണകൂടത്തിന് അത്ര അധികാരം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ഇന്നലെ സ്ഥാപിച്ചതാണെങ്കിൽ ഇന്ന് പെട്ടെന്ന് ഉത്തരവാക്കാം. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ 7 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംവിധാനമാണ്. ആ സംവിധാനം യോഗം ചേർന്നിട്ടാണ് തീരുമാനിച്ചത്. അടിയന്തര ഘട്ടത്തിൽ കൽപ്പിട്ട് നൽകുന്ന അല്ലെങ്കിൽ ചെറുമാൻ നൽകുന്ന അധികാരം ഉപയോഗിച്ചാണെങ്കിൽ എന്താണ് ഇതിന് ഇത്രമാത്രം അടിയന്തര സ്വഭാവം എന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം കൽപ്പിക്കില്ലേ? ആ ഉത്തരവാദിത്വം നിർവഹിച്ചോ? ഇനി എന്താണ് ഈ അധികാരം? എന്താണ് ദുരന്തം എന്ന് പറയുന്നത് സംബന്ധിച്ച കാര്യമാണ്. ദുരന്തം എന്താണ്? ഇവിടെ ഇതൊരു ദുരന്തമാണ് എന്ന് കണ്ടുപിടിച്ച് കളഞ്ഞില്ല അദ്ദേഹം. അതുകൂടി പരിഹരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ അവസ്ഥ ജാഗ്രതയിൽ അത് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ആ സൈറൺ മുഴക്കുന്ന യന്ത്രം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അതോടുകൂടി കണ്ണൂരിലെ മുഴുവൻ ദുരന്തവും നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അദ്ദേഹത്തിന് സമാധാനിക്കാൻ പറ്റുമോ എന്നതാണ് എന്റെ ചോദ്യം. നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉറങ്ങിയിരിക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങളായാലും അതല്ലെങ്കിൽ വർത്തമാന പത്രങ്ങളായാലും നോക്കിയാൽ ദുരന്തങ്ങളുടെ ഘോഷയാത്ര കാണാറുണ്ട്. ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ കാടറവി വന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രദേശത്ത് അദ്ദേഹം പോയിട്ടുണ്ടോ? അതെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അതല്ലെങ്കിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രളയം പെട്ടെന്നുണ്ടാവില്ല. പക്ഷേ അതിൽ തന്നെ മുൻകൂട്ടി പോയി കഴിഞ്ഞാൽ അവിടെ പരിശോധന നടത്തി ഒരു പരിധിയോളം അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാം. എന്നാൽ ഇതൊന്നുമല്ല. കണ്ണൂർ കോർപ്പറേഷനിൽ മുഴക്കുന്ന സൈറനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് കലക്ടർ കണ്ടുപിടിച്ച് പറഞ്ഞപ്പോൾ അവിടെയാണ് നമ്മൾ അഭിനന്ദിക്കണമെന്ന് പറഞ്ഞത്. ഇതിലേക്ക് പറഞ്ഞ് നമ്മൾ കാണണമെങ്കിൽ അധികാര ദുർവിനിയോഗമുണ്ടല്ലോ. ആ അധികാര ദുർവിനിയോഗത്തിന്റെ അങ്ങേ അറ്റത്തെ നടപടിയാണ് ഇത് എന്ന് എടുത്തു പറയേണ്ടി വരും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ 2 വർഷം മുൻപുള്ള ഒരു അനുഭവം ഞാനവിടെ ഓർക്കുകയാണ്. അന്ന് പെട്ടെന്നൊരു ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ കയറി ഇവിടുത്തെ കുറച്ച് ആളുകൾ ഈ വണ്ടിയൊക്കെ കണ്ണൂർ ടൗൺ പോലീസ് CC എടുത്ത് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, എന്താണ് അവസ്ഥ, എന്താണ് അതിന് മാത്രം എന്താണ് പ്രകോപനം? കോർപ്പറേഷന് സ്വന്തമായിട്ട് ഒരു കെട്ടിടം പണിയുന്നു. ആ കെട്ടിടം സംസ്ഥാന ഗവൺമെന്റ് ടെൻഡർ വിളിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു. ആ നിർമ്മാണ പ്രവൃത്തിയോടനുബന്ധിച്ച് കോർപ്പറേഷൻ കോമ്പൗണ്ടിന്റെ അറ്റത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന DIGയുടെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു മാവുണ്ട്. ആ മാവിന്റെ കൊമ്പുകൾ വെട്ടിമുറിക്കുന്നു. അത് നമുക്ക് ആവശ്യമാണ്. കാരണം മാവ് മുറിച്ച്
അതിനുശേഷം അത് നിർമ്മാണം നടത്താൻ. അങ്ങനെ വെട്ടിമുറിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു കമ്പ് DIGയുടെ കോമ്പൗണ്ടിലേക്ക് വീണുപോയി. ആ വീണപ്പോൾ ആ കോമ്പൗണ്ടിൽ വീണ ഒരു കൊമ്പ് വീണതിന്റെ പേരിൽ ഇവിടെ ഉടനെ DIG, അന്നത്തെ DIG പ്രമുഖനായ DIG ആണ്, എല്ലാവർക്കും അറിയാം. ഒരിക്കല് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ കോറി മാഫിയയിൽ നിന്ന് വലിയ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റുമ്പോ പിടിച്ച് സസ്പെൻഷൻ ആയതാണ്. അദ്ദേഹത്തിന്റെ സുഖമായി ഉറങ്ങാനാണ് ഇവിടെ വന്നത്. അപ്പൊ അതിന് ഭംഗം വരുന്ന രീതിയിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉടനെ ഉത്തരവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയിലെ ടൗൺ സ്റ്റേഷനിലെ CI ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് വന്ന് ആ മരം മുറിക്കുന്ന ആള്, അതുപോലെ താഴെ സഹായിയായി നിൽക്കുന്ന ആള്, അതിന് മേൽനോട്ടം വഹിക്കുന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ, അതിന് വാഹനത്തിൽ കാര്യമുള്ള വാഹനം ഉൾപ്പെടെ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് വളരെ അവിടെ വെച്ച് വളരെ മോശമായി സംസാരിച്ചു. കലക്ടർക്ക് അധികാരം ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാവുന്ന? ഞാൻ ചോദിക്കട്ടെ, കലക്ടർ ജില്ലാ ജഡ്ജോ പ്രിൻസിപ്പൽ ജഡ്ജോ അല്ലെങ്കിൽ വിചാരണ കൂടാതെ തൂക്കിക്കൊള്ളില്ലേ? ഇല്ലേ? ഒരു കൊലപാതകം നടത്തിയ പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിചാരണയും വേണ്ട, അത് തൂക്കിക്കളയാം. തൂക്കിക്കൊന്ന് തൂക്കാൻ വിധിച്ചിരിക്കുന്നു പറയില്ലേ? എന്താണ് അധികാരം? അതാണ് ദുരന്തത്തിന്റെ ഡെഫിനിഷൻ കാണേണ്ടത്. ആ ജഡ്ജിനകത്ത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ട. ദുരന്തം എന്നാൽ ഏതെങ്കിലും പ്രദേശത്ത്, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് എവിടെയാണ് ഈ പറഞ്ഞ സൈറനുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുന്നത്? സൈറനിന്റെ കുറച്ച് ഒച്ചയധികമാണ്. നമുക്ക് കിട്ടിയ പരാതികളിലും രേഖാമൂലം അല്ലാതെ നമ്മുടെ മുമ്പിലൊക്കെ ചെവികളിലെത്തിയ ചെറിയ മർമ്മറിയും അത് മറ്റൊന്നല്ല. നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ, മേയറായാലും ഡെപ്യൂട്ടി മേയറായാലും എന്നെയൊക്കെ വന്നു കണ്ടിട്ടുണ്ട. പറഞ്ഞത് DIG കുറയാൻ കഴിയുന്നില്ല, DIG കുറയാൻ കഴിയുന്നില്ല. ഞാൻ വെറുതെ ഒരു സംഘത്തോട് പറഞ്ഞു DIGക്ക് ഉറങ്ങാൻ കഴിയാത്ത പ്രശ്നമാണ്. എന്നാലും ആരും പറഞ്ഞത് അദ്ദേഹത്തെ ഉറങ്ങുന്നില്ല, നല്ലത് ഉണർന്നിരുന്നാലാണ് ഇപ്പൊ പ്രശ്നം. പോലീസ് അവർ ഉണർന്നിരുന്നാൽ അത് ജനങ്ങളെ വെച്ചിട്ടില്ലാവുന്ന സംവിധാനമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അവർ ഉറങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് DIGക്ക് 6 മണിക്കാണ് സൈറൻ. 6 മണിക്ക് ശേഷവും നമുക്ക് തന്നിരുന്നതാണ് DIGയുടെ അവിടുത്തെ സ്റ്റാഫ് ജീവനക്കാർക്ക് ശല്യമാണ് എന്നാണ്. അതിനകത്ത് ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആളുകൾ എൻവയൺമെന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ പരിശോധിച്ചു പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് അങ്ങനെ പരിശോധനയ്ക്ക് ആളുകൾ വരുമ്പോൾ ആ വരുന്ന ആളുകൾ മേയർക്ക്, ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അറിയിപ്പ് നൽകി അവരുടെ സാന്നിധ്യത്തിലല്ലേ അത് പരിശോധിക്കേണ്ടത്? അങ്ങനെയാണോ ചെയ്തത്? ഇതൊക്കെ സ്വകാര്യമായിട്ടാണോ? അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പുറകിൽ കലക്ടർ ഉൾപ്പെടെ, SP ഉൾപ്പെടെ, DIG ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ആരോപിക്കുന്നു. അവരാരോപിക്കാതെ ഇത്തരം കാര്യങ്ങൾ നടത്തില്ല. ഇപ്പൊ ജില്ല മൊത്തം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിച്ചിരുന്നുവെങ്കിൽ നവീൻ ബാബു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഇന്നും നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രതികരിക്കേണ്ട സമയത്ത്. അതുകൊണ്ട് ഇത് ഏറ്റവും വലിയ ദുരന്തമായിട്ടും കലക്ടറുടെ ഈ നടപടിയാണ് ഏറ്റവും വലിയ ദുരന്തം എന്നതാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഒരുപാട് പറയാറുണ്ട്, പലരും പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും നടക്കുന്നില്ല. ഇത് ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ കണ്ണൂർ കോർപ്പറേഷൻ ജനങ്ങളുടെ ലക്ഷക്കണക്കായ ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ പരസ്പരം ടേക്കാണ് റെസ്പെക്ട്. ആ നിലയിൽ കാണാൻ തയ്യാറാകാതെ രാഷ്ട്രീയവും ധിക്കാരവും ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ അധികാരങ്ങൾ ദുർവിനിയോഗിക്കുക എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മേയറാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കലക്ടർ പിടിച്ചെടുത്ത് കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകട്ടെ, ജനങ്ങൾ കാണട്ടെ. ആ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെങ്ങനെ നേരിടുമെന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും. ഒരു നീക്കം ചെയ്യലുമില്ല, ഒരു നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ സൗണ്ട് ഇന്ന് ആർക്കും സാധാരണക്കാർക്ക് ആ സൗണ്ട് കൊണ്ട് ഒരു പ്രയാസമില്ല. അങ്ങനെ ചില ആളുകൾ ഉറക്കം പോകുന്നുണ്ട്. അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കി തരുന്നത്. അതല്ലാതെ എലിയൊക്കെ വെച്ച് ഇല്ലെന്ന് തന്നെ വന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റിയ ഇടം കയറി പോകുന്നതിന് പകരം എനിക്ക് ഉറങ്ങാൻ ഇവിടുത്തെ അലാറം വെക്കണം എന്ന് പറയുന്ന ആ നടപടി ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു തരത്തിലും മാറ്റം വരുത്താതെ കണ്ണൂരിലെ ജനങ്ങളെ ആഗ്രഹത്തിനനുസരിച്ച് അത് തുടരാൻ ആവശ്യമായ സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. പിടിച്ചെടുക്കാൻ കഴിയുന്നവരിലേക്ക് വരട്ടെ, നമുക്ക് അപ്പേ കാണാം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അസാധാരണമായ
ഒരു ദിവസമായി കണ്ണൂരിന്റെ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുകയാണ് എന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂരിൽ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ എത്രയോ ഭരണാധികാരികൾ അധികാര സ്ഥാനങ്ങളിലിരുന്നു. അതുപോലെ തന്നെ പിന്നീട് വിടുതൽ നേടിയുമെല്ലാം കേരളത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കെല്ലാം ചേക്കേറിയിട്ടുണ്ട്. അതിപ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം ഈ മനോഹരമായ ശബ്ദം കേട്ട് ആരും അതിനെ കുറ്റപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അതിനെ ഒരു സംഗീതം പോലെ ആസ്വദിച്ചു എന്നുള്ളതാണ് എനിക്ക് എന്റെ അനുഭവത്തിലൂടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം. അതൊരു സമയ ഘടികാരം കൂടിയാണ്. ആളുകളെ പൂവൻ കോഴിയെ പോലെ ഉണർത്താനും സമയത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും എല്ലാമുള്ള ഒരു വലിയ സംവിധാനമായിട്ടാണ് കണ്ണൂരിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളാകെ ആ സംവിധാനത്തെ യന്ത്ര സംവിധാനത്തെ കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട മേയർ തൊട്ടപ്പുറത്താണ് നമ്മുടെ കോടതികളെല്ലാം പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള ബാർ അസോസിയേഷനിൽപ്പെട്ട ആളുകൾ സഭയിലുമുണ്ട്, അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. അവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആദ്യം പ്രതിഷേധം ഉയരുന്നത് അവിടുന്നാണ്. എന്നാൽ അവിടുന്ന് ആ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പോലും പല വ്യത്യസ്ത സമയങ്ങളിൽ ഈ സൈറൻ വിളി കേൾക്കാതെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ സൈറൻ അന്ന് മുടക്കാതെ പോയത് എന്ന ചോദ്യം ഉണ്ടായി എന്നാണ് പല അഡ്വക്കേറ്റ്സിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഞാൻ ബഹുമാന്യനായ മലയാറ്റൂർ രാമകൃഷ്ണൻ, ദിവംഗതനായ മലയാറ്റൂർ രാമകൃഷ്ണനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം IAS-ലെയും IPS-ലെയും ബ്യൂറോക്രസിയെ കുറിച്ച് തന്റെ സ്വാനുഭവത്തിൽ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് യന്ത്രം എന്ന് തന്നെയാണ്. യന്ത്രം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വലിയ പഠിച്ചൊരു പുസ്തകമാണ്. 2 ആവർത്തി വായിച്ച ഒരാളാണ് ഞാൻ. ആ യന്ത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തെല്ലാമാണോ പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ ബ്യൂറോക്രസിയെ കുറിച്ച്, അവരുടെ ദുഷ്പ്രഭുത്വത്തെ കുറിച്ച്, അവരുടെ ഓമാനത്തരങ്ങളെ കുറിച്ച്, അതിന്റെ തനി ആവർത്തനമാണ് കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ആ കസേരയിലിരിക്കുന്ന IAS-കാരും IPS-കാരും യന്ത്രത്തെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള യാന്ത്രികതയിലാണ് അവരുടെ ജോലി ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ കത്തും. ആ കത്തിൽ അനുച്ഛേദമായി ചേർത്തിട്ടുള്ള ഒരുപാട് എന്താ പറയുന്നത് നടപടിച്ചട്ടങ്ങളും എന്ന് പറയാതിരിക്കാൻ വയ്യ. ആരാണ് ഇതൊക്കെ എഴുതി കൊടുക്കുന്നത്? ഏത് ഉദ്യോഗസ്ഥരാണ് ഈ വേണ്ടാതീനങ്ങൾ എഴുതി കൊടുക്കുന്നത്? നേരത്തെ ബഹുമാന്യനായ മുൻ മേയർ സൂചിപ്പിച്ചതുപോലെ ദുരന്തങ്ങളുടെ ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് മൃഗവും മനുഷ്യരും തമ്മിലുള്ള മണവെട്ട്, മറ്റൊരു ഭാഗത്ത് പ്രകൃതി കലിനുള്ളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. കണ്ണൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം തെരുവ് നായ്ക്കളുടെ അതിഭീകരമായ താണ്ഡവം. ആ തെരുവ് നായ്ക്കളെ വെട്ടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിറക്കാൻ കഴിയാത്ത ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അഭിമാനാണോ ഈ നാട്ടിലെ ജനങ്ങളോട് ഇവിടെ വന്ന് കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഈ യന്ത്രത്തെ എടുത്തുകൊണ്ടുപോകുമെന്ന് പറയുന്നതിന്റെ ധിക്കാരവും അതിന്റെ ഉള്ളിലെ ജാഗ്രതയും എത്രയാണ് എന്ന് ആ ഭരണകൂടത്തിന്റെ വിധാതാക്കൾ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയെത്ര പാവങ്ങളുടെ ശരീരത്തിലേക്കാണ് ഇൻജക്ഷനുകൾ പാഞ്ഞു കയറിയിട്ടുള്ളത്, എത്ര ആളുകളെയാണ് പേപ്പറ്റി കടിച്ചിട്ടുള്ളത്. അതൊന്നും കാണാൻ പണ്ട് ബഹുമാന്യനായ മുൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സാർ എഴുതിയിട്ടുണ്ട്. IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമില്ല, അഡ്മിനിസ്ട്രേഷനുമില്ല, സർവീസുമില്ല എന്ന് ബഹുമാന്യനായ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയട്ടെ. ഇവിടത്തെ ഈ ഏമാന്മാർക്ക് IAS-നും IPS-നും ഇന്ത്യനുമില്ല, അഡ്മിനിസ്ട്രേഷനും അറിയില്ല, സർവീസും അറിയില്ല. ജനങ്ങൾക്കുള്ള സർവീസ് കൊടുക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പകർത്താൻ, അതിന്റെ അധികാരത്തിലേക്ക് കയറാൻ ആരാണ് ഇവർക്ക് അവകാശം നൽകിയത് എന്ന് പറയാനുള്ള ബാധ്യത, പറയിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, എന്തൊരു ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓണം നാളിൽ നമ്മളെല്ലാം പറയാറുണ്ട്, മഹാബലി പ്രജാതൽപരനാണ്. ആ മഹാബലിയെ തോൽപ്പിക്കുന്ന DIG ആണ് ഇപ്പോൾ കണ്ണൂരിന് കിട്ടിയിട്ടുള്ളത്.
എന്താ അദ്ദേഹത്തിന്റെ പേര്? യതീഷ് ചന്ദ്ര. എന്തൊരു മഹാമനസ്കൻ! അവിടുത്തെ അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കത്ത് നൽകിയത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനോവികാസം എത്ര മാത്രമാണ് എന്ന് പ്രിയമുള്ള മേയർ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ പ്രജാതന്ത്രനാണ്, എന്റെ കൂടെ താമസിക്കുന്ന അവർ അദ്ദേഹത്തിന്റെ ഭാര്യക്കോ മക്കൾക്കോ തനിക്ക് തന്നെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതല്ല, എന്റെ കൂടെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വിശ്രമിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു പോലീസ് തലപ്പത്തിരിക്കുന്ന ഒരാളുടെ ദീനരോധനം ഇവിടെ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പുച്ഛമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഈ യന്ത്രം അവരെ എന്താണ് ചെയ്തത്? ഇവിടുത്തെ ആളുകളെല്ലാം ഇന്ന് ബഹുമാന്യനായ മേയറെ കാണാൻ കുറെ ആളുകൾ വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ യന്ത്രം നമുക്ക് വേണം. ഈ ശബ്ദം കേൾക്കുന്നത് കണ്ണൂർ നഗരത്തിലെ വ്യാപാരികൾക്ക്, പൊതുപ്രവർത്തകർക്ക്, അതുപോലെ തന്നെ വാണിജ്യ മേഖലയിലെല്ലാം എന്തിനേറെ പറയുന്നു, സർക്കാർ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പോലും അത് സമയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ഒരിക്കലും അത് നിഷേധിക്കരുത് എന്നാണ് ഇന്ന് രാവിലെ മേയറെ കാണാൻ വന്ന ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട DIGയുടെ ഒരു സമീപനത്തെ കുറിച്ച് കൂടി ഈ സമൂഹം അറിയണം. കോർപ്പറേഷന്റെ ആസ്ഥാനം, കോർപ്പറേഷന്റെ റോഡിലുള്ള ആ സ്ഥലത്ത് കാറുകൾ പാർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഇവിടെ സൗകര്യമില്ലാതായാൽ ഞാൻ ബഹുമാന്യയായ ഷാജിരാമനും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്നത് അവിടെ ശ്രീ ഉല്ലേശേഖരന്റെ വീടിന് മുമ്പിലാണ്. അവിടെ ഒരു സുപ്രഭാതത്തിൽ ഒരു ബോർഡ് നോ പാർക്കിംഗ്. അപ്പൊ ഞങ്ങളെ തൊട്ട് വെയിലത്താണ് കൊണ്ടുവെക്കാനുള്ളത്. മരത്തണലിൽ അവിടെ കാർ വെക്കാൻ കഴിയില്ല, വാഹനം പാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം കടന്നു വരുമ്പോൾ ചില ആളുകൾ കാറിൽ ഇങ്ങനെ കിടക്കുന്നതും കാറിന്റെ മുമ്പിൽ നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ കണ്ണിന് അരോചകമാണെന്നാണ് പറയുന്നത്. അടിയന്തരമായി ഞാൻ പൊതുവായ മേയറോട് പറയുന്നു, അദ്ദേഹത്തെ റീകോൾ ചെയ്യാൻ കേരളത്തിന്റെ ഗവൺമെന്റിനോട് പറയണം. ആ മന്ത്രി അല്ല ആ DIGയെ റീകോൾ ചെയ്യാൻ, തിരിച്ചു വിളിക്കാൻ, അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലം മാറ്റം കൊടുക്കാൻ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്നാണ് എനിക്ക് ബഹുമാനനായ മേയറോട് പറയാനുള്ളത്. അദ്ദേഹം നിങ്ങൾക്കിപ്പോ പോയേക്കാണ്, അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയില്ല. എത്രയെത്ര ഉദ്യോഗസ്ഥന്മാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ അവർക്കാർക്ക് തടസ്സമില്ലാതെ എല്ലാ ജനങ്ങളും ഒരുപോലെ യാത്ര ചെയ്ത റോഡിൽ നിന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു, നോ പാർക്കിംഗ് ബോർഡ് വന്നിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തെ ഇതിലേക്ക് നയിക്കുന്ന ചേതോവികാരം എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ഭൂതപ്രേത പിശാചുക്കളെല്ലാം IAS, IPS തലങ്ങളുണ്ട്. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യക്കും അനുകൂലമായ പദാവലികളിലൂടെ ഉദ്യോഗസ്ഥന്മാരുടെ പേര് തന്നെ മാറ്റിയെടുക്കണം. കലക്ടറെന്നും അല്ലെങ്കിൽ DIG എന്നും കേൾക്കുമ്പോൾ ഇവർക്ക് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് തന്നെ മുഖ്യമന്ത്രിയേക്കാൾ, ഗവർണറേക്കാൾ, മേയറേക്കാൾ, MP-യേക്കാൾ ഞങ്ങളാണ് ഉയർന്നവർ എന്ന അഥവാ ബോധം ഇവരിൽ ജനിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് അനുവദിച്ചു കൊടുക്കാൻ കണ്ണൂരിന്റെ കോർപ്പറേഷൻ തയ്യാറല്ല എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസ് രാജ് കേട്ടിട്ടുണ്ട്, ഇത് ഉദ്യോഗസ്ഥ രാജാണ്. ഉദ്യോഗസ്ഥന്മാരുടെ പണിത്തൊട്ടിലാണ് ഈ പ്രദേശമെല്ലാം എന്ന് കരുതുന്നു എങ്കിൽ അതിനെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഇവിടെ അഡീഷണൽ സെക്രട്ടറി ഇരിക്കുന്നു. അദ്ദേഹം അറിയുമോ, ഈ ഓഫീസിന്റെ കോമ്പൗണ്ടിൽ വന്ന് ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഇതിന്റെ എന്താണ് ശബ്ദം ഇത്രയാണ് ഡെസിമെന്റൽ എടുത്തു എന്ന് പറയുന്നു. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയട്ടെ, ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറയട്ടെ, ആരാണ് അദ്ദേഹത്തിന് ഈ കോമ്പൗണ്ടിലേക്ക് വരാനും ഇവിടെയുള്ള ശബ്ദം പരിശോധിക്കാനും അവകാശം നൽകിയത്? മേയർ അറിഞ്ഞിട്ടാണോ, ഡെപ്യൂട്ടി മേയർ അറിഞ്ഞിട്ടാണോ, അല്ല ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടാണോ എന്ന് ഈ സഭയിൽ പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് പൊതുജനാരോഗ്യത്തിന് ഒന്നും ബാധിക്കാത്ത ഈ ഒരു യന്ത്രത്തിന്റെ ശബ്ദം അവർക്ക് അരോചകമാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അത് നേരത്തെ മുൻ മേയർ പറഞ്ഞതുപോലെ ഒന്നുകിൽ
ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയവരാണ് നമ്മൾ. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ വിട്ടു പോവുക. ആ ശബ്ദം തന്നെ വീണ്ടും ഓഗസ്റ്റ് കഴിഞ്ഞ മാസത്തിൽ ഞാൻ പറയുന്നു, ക്വിറ്റ് കണ്ണൂർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള ഈ കത്തും അതുപോലെ തന്നെ ഈ ഭീഷണി സ്വരവും ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാൽ ഒരു കാരണവശാലും അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. എല്ലാം നിയമവിധേയമായിട്ടാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. നമ്മളൊരു നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊക്കെ ഒരു രീതി, ആ രീതിക്ക് അതീതമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്താണ് എന്നുള്ള ധാരണ ആർക്കും ഗുണകരമല്ല. അത് നമുക്കും ഉണ്ടായാലും ആ നില ശരിയല്ല. അത് ഭീഷണി സ്വരം ഒരു കാരണവശാലും ഇത്തരം ഒരു നിലപാട് അല്ലെങ്കിൽ അത്രയും എന്തെങ്കിലും ഇപ്പോ ഓർമ്മയില് ഇത് നമ്മളെല്ലാം കേട്ടിട്ട് ഉള്ള ഒരു സൈഡാണ്. നമ്മളെല്ലാം ഇതിലേക്ക് പോകുമ്പോൾ ഈ പഠനവുമായി ബന്ധപ്പെടുമ്പോഴും എത്രയോ കാലമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഇത് എടുത്തിട്ട് പോയി കഴിയും അതിനോട് നമുക്ക് യോജിപ്പില്ല. ഇത് എടുത്തിട്ട് പോയി കഴിയും നമുക്ക് അതിനോട് യോജിപ്പില്ല. പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് നമുക്കത് ക്രമീകരിക്കാൻ പറ്റുമോ? അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ച് പോകുക എന്നുള്ളതാണ്. കാരണം പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കുറെ വിഷയങ്ങൾ, കാരണം ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്ക് അവരുടെ പരിധിയിലും നിയമത്തിനും വിധിയുമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിനോ നമ്മളുള്ളൂ, നമുക്കത് ആ രീതിയിലുള്ളൂ. പിന്നെ കാണുന്നതൊക്കെ ഇതെന്നെ കണ്ണുമുമ്പിൽ ഇതൊന്നും പറ്റൂല എന്ന് പറയുന്ന ആ സമീപനത്തോടൊന്നും നമുക്ക് ഒരു യോജിപ്പില്ല. കാരണം കാറാണ് വെക്കാൻ പാടില്ല, ഞാൻ അതിൽ കൂടി പോകുന്നു, അതുകൊണ്ട് ഇരട്ട നടത്താം, അതൊരു ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും അത്തരം സംവിധാനം അത്തരം രീതി കൈവരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗുണപരമല്ല. നമ്മളെ ഇരിക്കുന്ന സ്ഥാനത്തിന് ആ സ്ഥാനത്തിന്റെ ഒരു മഹിമ അതിന്റെ ഒരു പുറത്തും അത് ആ കാരണം അങ്ങനെയാണ്. കാരണം ഇത് ഈ ഭരണ സംവിധാനത്തിൽ ആർക്കൊക്കെ ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കണം, ആർക്കും തടസ്സം ഉണ്ടായിക്കൂടാ, അത് ശരിയാണ്. പക്ഷേ ഇതൊന്നും ഈ പ്രദേശത്തെ പാടില്ല എന്ന് പറയുന്ന അവസ്ഥക്കൊന്നും ആ ഇതിനൊന്നും നമുക്ക് പിന്നെ യോജിപ്പില്ല. അതുകൊണ്ട് ഇത് പൂർണ്ണമായി എടുത്തു കഴിയണം. മാത്രമല്ല ഒരു കാര്യവും, നമ്മളിപ്പോ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനം, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തിൽ നമ്മളോട് എന്തെങ്കിലും നമുക്കെതിരായി അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു കുറ്റമോ നിയമ വിധേയമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ അത് ബന്ധപ്പെട്ടവരോ അതിന്റെ ഉത്തരവാദപ്പെട്ടവരോട് പറയണം. അതുകൊണ്ട് കാര്യം ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ വരുന്നുണ്ട്, ഇന്നതാണ് വിഷയം എന്ന് പറയേണ്ട ബാധ്യതയുണ്ട്. ആ പറഞ്ഞോ അറിയില്ല, പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങേറ്റത്തെ തെറ്റ്, അത് പാടില്ല. കാരണം ഇതൊരു ഭരണ സംവിധാനമില്ലേ, ആ ഭരണ സംവിധാനത്തിൽ തെറ്റായിക്കോട്ടെ, നമ്മുടെ ഇവിടെ തെറ്റുണ്ടാകുമെന്ന് പറഞ്ഞ് വിചാരിക്കാം. ആ തെറ്റുണ്ടായാൽ തന്നെ ഇവിടത്തേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്, നമുക്കത് ഒരു പരിശോധന നിങ്ങളൊന്ന് കാണണം അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണം. നമ്മൾ അനുവാദം വേണ്ടേ? അനുവാദം എടുക്കണം. ഇപ്പൊ കളക്ടറേറ്റിൽ പോകുമ്പോ കളക്ടറെ കാണുമ്പോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടി പോകുമ്പോ നമ്മൾ സ്വാഭാവികമായി അനുവാദം ചോദിച്ചല്ലേ അങ്ങോട്ട് പോകുന്നു. ആ ഒരു സംവിധാനം നമ്മളെ ഇവിടെ വരുമ്പോ വേറെ വരുമ്പോ നമുക്കെല്ലാം ഒരു മര്യാദയുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിയും ആ ഉത്തരവാദിത്വവും നമ്മൾ ആരും മറന്ന് കാര്യങ്ങൾ നിർവഹിച്ചു കൂടാ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ ഏത് വരുമ്പോ നമ്മൾ ആ രീതിയിലാണ്. അത് നമുക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിയമവിധേയമായി നിയമത്തിന് വിധേയമായിട്ടാണ് എല്ലാ കാര്യങ്ങളും അനുവാദം അനിവാര്യമാണ്. ഇപ്പൊ നേരെ കാണാൻ വരും അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ള അവിടെ നമ്മൾ ചോദിക്കരുത്, ഇങ്ങനെയുണ്ട് നമുക്കൊന്ന് കാണണം എന്ന് ചോദിച്ചിട്ടല്ലേ വരിക. അപ്പൊ ആ രീതിയിൽ നിയമവിരുദ്ധമായി ഇത്തരം ഒരു സമീപനം ആര് സ്വീകരിച്ചാലും അതെല്ലാം അങ്ങേയറ്റത്തെ തെറ്റ്, അത് നമ്മളിരിക്കുന്ന സ്ഥാനത്തിന്റെ ആ മഹിമക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടി പറയുന്ന ഇത് പൂർണ്ണമായി എടുത്തു കഴിയാം എന്നുള്ള അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പില്ല. ക്രമീകരിച്ച് ശബ്ദം കുറച്ച് അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ആരും നമ്മള് പിന്നെ അനുസരണ അല്ലെങ്കിൽ ഇത് ആകെ നിന്ന് നിൽക്കട്ടെ എന്നുള്ള നിലക്കല്ല, ആർക്കും ഈ പറയുന്ന രീതിയിൽ ശബ്ദ നിയന്ത്രണം അത് കുറച്ചുകൂടി കുറക്കാൻ ആവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും ഗുണം.
ഈ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഉള്ള കാലം മുതൽ ഈ പ്രദേശത്തെ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പ്രദേശവാസികൾക്ക് പരിസരവാസികൾക്ക് പരാതി ഉണ്ടെന്നാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർ ആദ്യം തരുന്നത് കോർപ്പറേഷനല്ലേ, കോർപ്പറേഷൻ സെക്രട്ടറിക്കോ മേയർക്കല്ലേ കൊടുത്തിട്ടത്. അത്തരത്തിലൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ പരാതി DIGക്കോ കളക്ടർക്കോ കൊടുത്തു കഴിഞ്ഞാൽ അവര് സാധാരണ രീതിയിൽ കോർപ്പറേഷനിലേക്ക് പരാതി അയക്കട്ടെ, അവർ ഇങ്ങോട്ടേക്കല്ലേ അയക്കണം. അങ്ങനെ ഒരു പരാതി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറയാം, ഞാൻ ഇന്നലെ ഈ പരിസരവാസികളാണുള്ളത് പറയുന്നത്, ഇന്നലെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു ഓണാഘോഷ വാർഷികമുണ്ട്. ഈ പരിസര പ്രദേശത്തിലെ ആൾക്കാർക്ക് 100-200ഓളം പേർ പങ്കെടുത്തു. ആ പരിപാടിയുടെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. ഞാൻ ഈ വിഷയം അവിടെ ഉന്നയിച്ചപ്പോൾ അവർ ഒന്നടങ്കം പറഞ്ഞതായിട്ട് പറഞ്ഞത് നമുക്കായിരിക്കും പരാതി. അവരൊക്കെ എന്നും രാവിലെ ഇത് നടന്നു പോകുന്ന ആൾക്കാരാണ്. ഒരു ജോലിക്കായി നടത്തുന്നതിന് തങ്ങടിക്കുന്ന നടത്തുന്നതിന് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ 6 മണിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന കാരണം പറയുന്നത്. ഇദ്ദേഹം കുറച്ചു കാലം ഇവിടെ SP ആയിട്ടുണ്ടായിരുന്നു. SP-ന്റെ വീടിന്റെ കുറെ അപ്പുറമല്ലല്ലോ, ഈ DIGന്റെ വീട് തൊട്ടപ്പുറം തന്നെയല്ലേ. അന്നേരം ഇദ്ദേഹത്തിന് പരാതി ഉണ്ടായിട്ടില്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ നമ്മളെ കലക്ടർ വിചാരിക്കുന്നത് ഇത് ഒരു ബ്യൂറോക്രസിയുടെ ഭരണം നടത്താൻ വേണ്ടിയുള്ള ഒരു രാജ്യമായി ആ ചിന്തയാണ് കലക്ടർക്കുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു ഉത്തരവിലൂടെ ഇതൊരു ആജ്ഞാപിച്ചുകൊണ്ട് വർഷങ്ങളായി കണ്ണൂർ മുനിസിപ്പാലിറ്റിയുള്ള കാലത്ത്, കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരാതനമായ മുനിസിപ്പാലിറ്റിയാണ്. 135 വർഷക്കാലം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ 155 വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റി പിന്നീട് കോർപ്പറേഷനായി. ആ കോർപ്പറേഷനിൽ ഇന്നും മുഴുകിക്കൊണ്ടിരിക്കുന്ന സൈറൻ, അതൊരവസരത്തിൽ ഇത് നിർത്തലാക്കണമെന്ന് ഏതടിസ്ഥാനത്തിനകത്ത് പറയുന്നത്? എത്ര കളക്ടർമാർ ഇന്ത്യ സ്വതന്ത്രമായി കണ്ണൂർ ജില്ല വന്നതിന് ശേഷം എത്ര ജില്ലാ കളക്ടർമാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്? എത്ര IGയും DIGമാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്? എന്നാൽ ആ DIGക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് നിർത്തലാക്കണമെന്ന് പറയുന്നത്. ഇതെന്തൊരു അസഭ്യമാണ്, ഇതെന്തൊരു തോന്നിവാസമാണ്. എന്തും അധികാര ദുർവിനിയോഗം നടത്താൻ ഏത് മാർഗവും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണോ? ഞാൻ ചോദിക്കുന്നത്, എന്താണ് ദുരന്തം? നമ്മളിപ്പോ കാസർഗോഡ് എൻഡോസൾഫോൺ നിരോധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് കാലങ്ങളായി അവിടുത്തെ കശുവണ്ടി ഫാക്ടറി, കശുവണ്ടി തോട്ടത്തിലേക്ക് അടിച്ചുകൊണ്ട് ആ മാരക വിഷവം അവിടെയുള്ള ഒരുപാട് ജനങ്ങൾ അതിലൂടെ പല രീതിയിൽ മരണപ്പെടുകയും അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷങ്ങളായി ഈ സൈറൻ കൊണ്ട് ഏതൊരാൾക്കാണ് എന്ത് ദുരന്തമാണ് ഉണ്ടായത്? കലക്ടർക്കോ DIGക്കോ പറയാൻ പറ്റുമോ എന്ത് ദുരന്തമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് ഒരു ദുരന്തമല്ല, ഇത് കാലാകാലങ്ങളായി ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കലാണ്, ഒരു ചരിത്രമാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ, കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രം. അതാണ് നിരോധിക്കണമെന്ന് പറയുന്നത്. ഈ 3 തവണ മാത്രമല്ല സർ ഇത് അടിച്ചിരുന്നത്. ഇവിടുത്തെ പല ആരാധകർ റംസാൻ കാലങ്ങളിൽ ഈ സൈറൻ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തളാപ്പിലെ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചും ഇത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് സൈറൻ നോക്കിയത്. അതൊക്കെ നിരോധിക്കണം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ദുർവിനിയോഗമാണ്. ആ അധികാര ദുർവിനിയോഗത്തിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. ഈ സൈറൻ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ചെയർമാൻ എന്നുള്ള നിലയിൽ കലക്ടർ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ അധികാര ദുർവിനിയോഗം നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സെക്ഷൻ പ്രകാരം സെക്ഷൻ 2D ഇതിൽ ഡിഫൈൻ ചെയ്തത് അതാണ്. എന്താണ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. 2005 രൂപീകരിച്ച ഈ നിയമത്തിന് ഈ സെക്ഷനിൽ ഒന്നും പെടാതെ, അത് വിശദമായി മുൻ മേയർ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാറ്റാസ്ട്രോഫി, മിസ്ഹേപ്പ്, കലാമിറ്റി, ബ്രേവ് ഒക്കറൻസ് എന്താ വെച്ചാൽ ദുരന്തം, ഒരു ദുരന്തം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാം, ഒരു നടപടി എടുക്കാം. അതോടൊപ്പം അത് നടന്നു കഴിഞ്ഞാൽ, ആ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ എന്തെടുക്കണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്നത്. അപ്പൊ ഈ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ 4 കാര്യങ്ങളിലും പെടാത്ത ഒരു കാര്യം സൈറൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസാസ്റ്റർ എന്ന ഡെഫിനിഷനിൽ പെടുന്നത് എന്നാണ് നമുക്കറിയുന്നത്. അപ്പൊ ഈ സൈറൻ ശരിക്കും ഇപ്പൊ നമ്മളെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്തിരിക്കുന്നത് സൈറൻ നമ്മുടെ ഒരു ദുരന്തം വരാൻ സാധ്യത ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുന്ന ഒരു മെസ്സേജ് ആയിട്ടാണ് സൈറൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പൊ സ്ഥാപിച്ചിരിക്കുന്നതും അതാണ്.
അപ്പൊ ആ തരത്തിൽ ഇത് എങ്ങനെയാണ് ദുരന്തമാകുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കലക്ടർ ഇത്തരം ഒരു കത്ത് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ദുരന്തമാണെങ്കിൽ ഇതിന്റെ ഡെസിബൽ ഇത് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ കലക്ടർ ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ആളുകൾ ഇവിടെ വന്ന് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പരിശോധിച്ചു. എപ്പോ പരിശോധിച്ചു, ആരുടെ അനുവാദത്തിൽ പരിശോധിച്ചു? ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തിലുള്ള ആളുകൾ കയറി വരുമ്പോൾ നമുക്ക് പ്രോപ്പർ നോട്ടീസ് തന്നിട്ടാണോ, ആരുടെ നേതൃത്വത്തിലാണ് ഇത് പരിശോധന നടത്തിയത് എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അവർ പറയുന്നത് ഒരു DIGയുടെ പരാതി ഒരു പൊതുജനത്തിന്റെ പരാതിയല്ല. അങ്ങനെ ഒരു പൊതുജനങ്ങൾ പരാതി നൽകണമെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചത് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു, അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരു പൊതുജന പരാതി ആദ്യം തരേണ്ടത് നമ്മുടെ കോർപ്പറേഷനിലാണ്. ആ കോർപ്പറേഷന് അങ്ങനെ ഒരു പരാതി നിലവിലുണ്ടോ, അല്ല കളക്ടർ അടുത്ത് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതി കോർപ്പറേഷനുമായി ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻ കാണുന്നതിന് പകരം ധിക്കാരപരമായി ഈ നോട്ടീസിന്റെ ഒരു പ്രസക്തി അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സെക്ഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദുരന്ത നിവാരണ നിയമം 2025 വകുപ്പ് 26 വകുപ്പ് 26 എന്ന് പറയുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്. അങ്ങനെ സെക്ഷൻ 32B 33, 71, 72 എന്നിവ പ്രകാരം ഈ 71, 72 ജൂറിസ്ഡിക്ഷൻ അതൊന്നും അദ്ദേഹം നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അധികാരം പോലും ഇല്ലാത്തൊരു അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഒരു ലോക്കൽ ബോഡി ഗവൺമെന്റിന് ഇത്തരം ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്, സുപ്രീം കോടതിയാണ്. അതൊക്കെ നമ്മൾ പരിശോധിച്ച് നമ്മൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദ മലിനീകരണം അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അങ്ങനെ ഒരു നോട്ടീസ് അയക്കാൻ കളക്ടർക്കല്ല അധികാരമുള്ളത്. അങ്ങനെ ഒരു ശബ്ദ മലിനീകരണമാണ് ഇവിടുത്തെ പ്രധാന വിഷയമെങ്കിൽ ഇത് ചെയ്യേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഇത് ഇത്ര ഡെസിബൽ കൂടുതലാണ് ഇതിന്റെ ഫ്രീക്വൻസി പോകുന്നത്, ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. ഇതിവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് വിശേഷമുള്ള ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. അതിവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കോടതി നമുക്ക് ഗാന്ധിജിയുടെ ദിവസം, രക്തസാക്ഷിത്വ ദിവസം നമ്മൾ മൗനം ആചരിക്കലുണ്ട്. അന്ന് നമ്മൾ ഈ സൈറൻ മുഴക്കാറുണ്ട്. അന്ന് നമ്മുടെ ടൗണിലേക്കൂടെ നടന്നു പോകുന്ന ആളുകൾ പോലും ആ സൈറൻ മുഴങ്ങുന്ന സമയത്ത് നിശ്ചലമായി നിൽക്കുന്ന കാഴ്ച കണ്ട ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കോടതിയിൽ കേസ് നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് ഇതിനെ സ്വാഗതം ചെയ്യുന്നതാണ്. അങ്ങനെയെല്ലാം ഒരുപാട് അമ്പലത്തിലെ കൊടിയേറ്റം, തളാപ്പ് അമ്പലത്തിലെ കൊടിയേറ്റം, അതുപോലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം സൈറൻ മുഴങ്ങുന്നത് അതൊരു ചരിത്രപരമായ പശ്ചാത്തലത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം സംഗതി നടക്കുമ്പോൾ അതിനെതിരെ ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ആ വകുപ്പ് പറഞ്ഞ് 2025 ദുരന്ത നിവാരണ നിയമപ്രകാരം നോട്ടീസ് നൽകാൻ കലക്ടർക്ക് അധികാരമില്ല എന്നുള്ളതാണ് നമ്മുടെ വാദം. കാരണം ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അധികാര ദുർവിനിയോഗം നടത്തി അങ്ങനെ അദ്ദേഹം ഒരു ജില്ലാ കലക്ടർ ജനങ്ങളുടെ ക്ഷേമം ഇവിടെ നടക്കുന്ന ദുരന്തത്തിനൊക്കെ അദ്ദേഹം കാരണം അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഏറ്റവും നേരത്തെ ചെയ്യേണ്ടത് ഇവിടെ തെരുവ് നായയുമായി അക്രമത്തിൽ ഒരുപാട് ആളുകൾക്ക് പരിക്കുപറ്റി ഈ തെരുവ് താര അതാണ് ഒരു ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. അത് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തേനെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ സൂചിപ്പിക്കുമ്പോൾ ബസ് പോകുമ്പോഴുള്ള ഹോണടിയുടെ ശബ്ദം അത് എത്ര ഡെസിബലിൽ കൂടുതലാണ് അത് പരിശോധിച്ചിട്ടുണ്ടോ? അതിനൊക്കെ നിയമം ഉണ്ടെങ്കിൽ കൂടി എത്ര ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഡെഫിനിഷനിൽ പോലും അട്രാക്ട് ചെയ്യാത്ത ഒരു എന്താ പറയാ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഡെഫിനിഷനിൽ പറയുന്നത് അതുപോലും അത് മാനിക്കാതെയാണ് കലക്ടർ ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നും ഇതിനെതിരെ ശക്തമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇത്ര ശബ്ദം കൂടുതലാണ്. ആ ശബ്ദം ഒരു കൂടുതലല്ല. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ അല്ല ഉള്ളത്. റെസിഡൻഷ്യൽ ഏരിയ ഉള്ള സമയത്താണ് ഈ സംഗീതങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അന്ന് ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇന്ന് ഇതൊക്കെ ഓഫീസ് ഇത് ജില്ലാ ആസ്ഥാനമായി കണ്ണൂർ ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 1957 രൂപീകരിച്ചതിന് ശേഷം ജില്ലാ ആസ്ഥാനമായി കണ്ണൂർ മാറിയപ്പോഴാണ് ഇവിടെ കൊമേഴ്ഷ്യലായിട്ട് ഇവിടെ എല്ലാ സ്ഥാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞത്. ഇപ്പൊ ജനങ്ങളിൽ എത്ര അതിന്റെ ഫ്രീക്വൻസി എത്ര പോകുന്നു എന്നുള്ളത് ജനങ്ങളിൽ എത്തുന്നില്ല. ഇപ്പൊ രാജേഷ് പറഞ്ഞ അവരെ വീട്ടിൽ പോലും ഇന്ന് അതിന്റെ ശബ്ദം
കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ പൊതുജനങ്ങൾക്ക് ഏത് പൊതുജനങ്ങളാണ് അദ്ദേഹത്തിന് പരാതി നൽകിയിട്ടുള്ളത്, ആ പരാതി നമ്മൾ വിവരാവകാശ പ്രകാരം ഇന്ന് തന്നെ കൊടുത്ത് പരാതി എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ആ ഒരു തുടർ പ്രക്രിയ അത് ഇവിടെ അവസാനിപ്പിക്കാൻ ഒരു കാരണവശാലും നമ്മൾ തയ്യാറാവരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിച്ച ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ 1965 മുതൽ തുടങ്ങിയ ഇവിടുത്തെ ഈ സൈറൺ ഒരുപാട് ചരിത്രത്തിന് സാക്ഷിയാണ്, ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാണ്, ഒരുപാട് ജനങ്ങൾക്ക് ഗുണകരമായ ഒരു സൈറണാണ് ഇവിടുന്ന് മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈറണിന്റെ ഡെസിബിളും അതിന്റെ പ്രശ്നങ്ങളും വിഷയങ്ങളും അത് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് മുടങ്ങുന്ന അതിതീവ്രമായ ആ ശബ്ദം അത് നമ്മുടെ കൗൺസിലിന്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളൊക്കെ ഭയങ്കരമായ പ്രയാസവും പ്രശ്നവും നമുക്കുണ്ടാക്കുന്നുണ്ട്. ഒരു ഭരണസമിതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. DIGന്റെയും അതുപോലെ കളക്ടർ അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെക്കാൾ മുകളിലിരിക്കുന്ന നമ്മുടെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഭരണസമിതിക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ആരെടുത്തു മാറ്റും? ഭരണഘടനാപരമായി നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനവും അതുപോലെ MP-യേക്കാൾ മുകളിലിരിക്കുന്ന നഗരപിതാവായ ഒരു മേയർ, എനിക്ക് പറയാൻ ഒരു ആശ്ചര്യം തോന്നുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ കണ്ണൂരിന്റെ ഈ പ്രാന്തപ്രദേശത്തുള്ള ഈ പോലീസുകാർക്ക് സാധാരണഗതിയിൽ എന്താണ് നമ്മുടെ ഈ ഭരണസമിതി എന്നും എന്താണ് കോർപ്പറേഷൻ എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞ സ്വയം അധികാരമുള്ള സ്ഥാപനത്തിന്റെ പവിത്രതയും അതിന്റെ ഗുണവും ഇവർക്ക് അറിയില്ല എന്നാണ്. നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെയുള്ള പല പ്രശ്നങ്ങളിലും സാധാരണ ക്ലബിലേക്ക് കയറി വരുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണ ക്ലബിലേക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇവിടെ ഒരു മേയറാണുള്ളത്. മേയർ എന്ന് പറഞ്ഞാൽ നഗരപിതാവാണ്. വലിയ പ്രോട്ടോകോൾ പ്രകാരം വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അവർ ഭരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇതൊക്കെ ചിന്തയില്ലാതെ ഒരുപാട് വിഷയങ്ങളിൽ പോലീസിന്റെ അതിക്രമം നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു അതിക്രമത്തിന്റെ ഭാഗമാണ് മുമ്പ് പറഞ്ഞ DIG ഒരു പ്രശ്നം. ഇവിടെ മുമ്പത്തെ സമയത്ത് മുന്നേറെ സംസാരിച്ചത് പോലെ മരച്ചില വീണതിന് വേണ്ടി കുതിരയുടെ അനുഭവം ഉണ്ടായി. ഇത് രണ്ടാമത്തെ ഒരു അനുഭവമാണ്. ഇതിനു വേണ്ടി കലക്ടർ ഈ നിലയ്ക്ക് ചിക്കാൻ പിടിക്കുന്നതും വഴിയടിക്കുന്നതും അവസാനിപ്പിക്കേണ്ടതാണ്. അത് മാത്രമേ എനിക്ക് പറയുന്നത്, പ്രതിഷേധിച്ചുകൊണ്ട് ഈ 6 മണിക്ക് അടിക്കുന്നതും 1 മണിക്ക് അടിക്കുന്നതും രാത്രി 6 മണിക്ക് അടിക്കുമ്പോൾ ഈ രാത്രി തടി എന്റെ 3 തവണ അടിച്ച് പ്രതിഷേധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അവർക്ക് മനുഷ്യർക്ക് ആ DIG ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം കൂട് മാറട്ടെ. അത് സർക്കാരോട് ആവശ്യപ്പെട്ടല്ലേ ഏറ്റവും നല്ലത്. അല്ലാതെ ഈ പരമ്പരാഗതമായി നടന്നു വരുന്ന മണിയടി നമുക്കറിയാം. അമ്പലത്തിൽ രാവിലെ പാട്ടുപാടുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതിശബ്ദത്തിൽ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. ആരോ പറഞ്ഞതുപോലെ ട്രെയിൻ പോകുമ്പോ ഇത് പ്രഖ്യാപിക്കാനും അറിയാനാണ് ചിലച്ചൊക്കെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കുന്നത്. നമുക്കറിയില്ല ട്രെയിൻ വന്നിട്ട് റാസിന്റെ മുമ്പിലെത്തുമ്പോഴാണ് ട്രെയിൻ തുടർന്നിട്ടുണ്ട്, രാജയെ തുടർന്നിട്ടുണ്ട്. ആരോട് പറയും? റെയിൽവേ ട്രാക്കിൽ എന്തിനാണ് ശബ്ദം? ആ ശബ്ദം ഉണ്ടായിക്കൊണ്ട് വലിയ കാര്യമില്ല, ഒരു ന്യായവും ഇല്ല. കാരണം ട്രെയിൻ കയറണമെങ്കിൽ കയറിയിട്ടൊക്കെ പോകും. അത്തരം ഒരു സ്ഥലത്തുണ്ട്. ആ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒന്നും പറയുന്നില്ല. അമ്പലങ്ങളിലെ കൊട്ടുകളുണ്ട്, ഒന്നും പറയുന്നില്ല. ബാങ്കുലികളുണ്ട്, പറയുന്നില്ല. അമ്പലത്തിലെ പാട്ടുകളുണ്ട്, പറയുന്നില്ല. ഒരുപാട് ശബ്ദ കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായ സാധനമുണ്ട്. എത്ര പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ആരാണ് ഇത് നിർത്തലാക്കുക? എവിടെയാണ് ഈ ജില്ലാ കളക്ടർ? എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ആമയിഞ്ചാം കോട്ടിൽ ഒരു ജോയിയെ ആ കിട്ടാതെ പോയ സമയത്ത് കണ്ണൂർ റെയിൽവേന്റെ അണ്ടർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നമ്മൾ സമീപിച്ചു. എന്താ സമീപിച്ചത്? ആ ഒരു സമയത്ത് സമീപിച്ചാൽ നടക്കുമെന്ന് കരുതിയാണ് അണ്ടർപാസിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ആ പ്രയാസം അവസാനിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ അത് ലെറ്റർ കൊടുത്തത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ആ വെള്ളക്കെട്ട് നിർത്തണം. അത് ഞങ്ങളുടെ പരിധിയിലല്ല, അത് കണ്ണൂർ കോർപ്പറേഷൻ അധികാര പരിധിയിലല്ല. ആ വെള്ളം പോകുന്നത് റെയിൽവേന്റെ ലാൻഡിനോട് കൂടിയാണ്. അത് ഒന്ന് ശരിയാക്കാനും റിപ്പയർ ചെയ്യാനും ആ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ഇത്രയധികം ജനങ്ങൾ പോകുന്ന ആ വഴിയിൽ ഒരുപാട് ജനങ്ങൾക്ക് ഇതൊരു DIGക്കല്ലേ പ്രശ്നമുള്ളൂ. നേരത്തെ മേയർ പറഞ്ഞ മതി, അയാൾ ഉറങ്ങി എടിക്കാത്തത് പോയി പറഞ്ഞ സാഹചര്യം അതിക്രമമാണ്, പ്രശ്നമാണ്, ഒരുപാട് ആൾക്കാർക്ക് പ്രയാസമാണ്. അവർ താരാട്ട് പാട്ടുകൾക്ക് ഉറങ്ങുന്നതിനെ നല്ലത് എന്റെ അഭിപ്രായം. അപ്പൊ അത്തരം ഒരു പ്രയാസമുള്ള ആ സ്ഥലത്ത്
ഇത്തരം ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് തിരുത്താതെയും നടപടിയെടുക്കാതെയും നിൽക്കുന്ന ഈ ജില്ലാ കളക്ടർക്ക് ഈ വിഷയത്തിലുള്ള ഇത്രമാത്രം ശുഷ്കാന്തി എന്താണെന്നാണ് നമുക്ക് അറിയുന്നത്. അതുപോലെ വാഹനം വെക്കുമ്പോൾ DIG ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കണ്ണൂർ കോർപ്പറേഷന്റെ ബിൽഡിങ്ങിന്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട്, പണി നടക്കുന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്ത് വണ്ടി വെക്കുമ്പോൾ ആ വണ്ടിക്ക് ഫൈൻ ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്റെ ആ ജില്ലാ കോടതിയുടെ മുമ്പിൽ സിവിൽ ജഡ്ജിന്റെയും എല്ലാവിധ ജഡ്ജിന്റെയും വാഹനങ്ങൾ ആ റോഡിന്റെ മുകളിൽ നിർത്തുന്നില്ലേ? നമ്മുടെ കണ്ണൂരിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ ഈ ജില്ലാ കളക്ടർ ആ വണ്ടി എടുക്കാൻ വേണ്ടി ഇതേമാതിരി ഒരു ഉത്തരവുള്ളൂ. അങ്ങനെ ദൈവം അത്രയും മനുഷ്യണ്ട. ആ മനുഷ്യൻ ഉണരേണ്ട സമയത്ത് ഉണർന്നിരുന്നതെങ്കിൽ നമുക്ക് ആ നവീൻ ബാബു സൃഷ്ടിക്കില്ലായിരുന്നു മേയർ പറഞ്ഞതുപോലെ ഉണരേണ്ട സമയത്ത് ഉണരാത്ത പ്രശ്നമാണ്. ഇത് ആർക്കും വേണ്ടിയാണ് മണിയേക്കാണ്. ശക്തമായി പ്രതിഷേധിക്കണം, പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ മഴ ലൈവിലുണ്ടാകുന്ന സമയങ്ങളിലൊന്നും സ്കൂൾ കുട്ടികൾ തിരിയുണ്ടാവില്ല. പക്ഷേ ഇതേപോലെ നല്ല വെയിലുള്ള സമയത്താണ് സ്കൂൾ അവധി കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സമയദോഷമാണ്. കാരണം എന്ത് ചെയ്താലും വൃത്തിയായിട്ടാ പോകും. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണൂരിനകത്ത് കണ്ണൂരിൽ കൃത്യമായി പഠിച്ചിട്ടുണ്ടാകും. കാരണം നമ്മുടെ തൊട്ടടുത്തൊരു സെൻട്രൽ ജയിൽ, ഈ സെൻട്രൽ ജയിൽ മുമ്പൊക്കെ 1 മണി എന്ന് പറയുമ്പോൾ ഒരു വിഷയം എടുക്കും. അങ്ങനെ ഓരോ സമയത്ത് ഭക്ഷണത്തിന് പോലും എടുക്കുന്നത് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു കൃത്യനിഷ്ഠയാണ്. എന്ത് കാര്യങ്ങളിലായി അത് ഓരോ സ്ഥാപനത്തിലായാലും അതിൻ്റെതായ മര്യാദകളുണ്ട്, അതുണ്ട്. പക്ഷെ മുമ്പ് തടവുകാരെ ജയിലിൽ ചാടിയാൽ പോലും അതൊരു ശബ്ദമുണ്ടാവും. ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്നും പറയാതെ ജയിലിൽ ആളുകൾ തടവ് ചാടിക്കൊണ്ട് പോകും. അത് ഒരു കണക്കിന് ഇപ്രാവശ്യം നമ്മളെ തൊട്ടടുത്തൊരു വിദ്വാൻ ജയിലിൽ ചാടിയത് പോലും ആ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസുകാരാണ് കൃത്യമായി മനസ്സിലാക്കിയത്. കാരണം ഇദ്ദേഹം തടവ് ചാടിന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു ജീപ്പ് പോലീസുകാരുണ്ടായി. പോലീസുകാരെ മുന്നിലൂടെ അതിലേക്ക് പോയി. ആ പോലീസുകാർക്ക് പോലും മനസ്സിലാകാൻ സാധിച്ചില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെ കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം സ്കൂളുകൾ പണിയടിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചതല്ല. മുൻകാലങ്ങളിലെ തന്നെ നേരത്തെ പോലെ പ്രാചീനമായി ഉണ്ടായ ആചാരങ്ങളാണ് അത്. ആ സംഗതികളാണ് കളക്ടറെ പോലെ ദുർവിനിയോഗം ചെയ്ത് അദ്ദേഹത്തിന്റെ ചുമതലയോട് തന്നെ കാണിക്കുന്ന അവലംബമാണ് കാണിക്കുന്നത്. കാരണം ഐക്കോന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് നമ്മുടെ കോർപ്പറേഷൻ. കാരണം ഒരു പരാതി ഉണ്ടെങ്കിൽ ആ കോർപ്പറേഷനിൽ അദ്ദേഹത്തിന് വരാൻ മടിയുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഒരാളെ വിട്ടുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച്, അതേപോലെ സൗണ്ടുകൾ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഇത് കുറച്ച് അധികമാണ് എന്ന് തോന്നിയാൽ അതൊന്ന് വേറെ ശ്രദ്ധയിൽപ്പെടുത്തി അതൊന്ന് കുറച്ചു കൊണ്ടുവരാനും ഉള്ള ശ്രദ്ധ എടുക്കുന്നതിന് പകരം ഒരു അധികാരത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിൽ ഇതൊക്കെ അങ്ങ് നിർത്തിക്കളയണം എന്ന് പറയുന്ന രീതി അദ്ദേഹത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് നമ്മുടെ കോർപ്പറേഷൻ തന്നെ എല്ലാവരുടെയും കാര്യം കൊണ്ടുവരുന്ന ഈ ഒരു ധിക്കാരമായ നടപടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കലക്ടർ ഇന്ന് തന്നെ ഒരു നിവേദനം തയ്യാറാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളത് നമ്മുടെ കോർപ്പറേഷൻ കൗൺസിൽ തന്നെ ഒരു തീരുമാനം എടുത്ത് പിരിയുന്നതാണ്. അങ്ങനെയുള്ള ഉറങ്ങാനായി വന്ന ആളുകൾക്ക് പൊതുവെ കണ്ണൂരാണല്ലോ, അങ്ങനെ ഉറങ്ങാൻ കഴിയാറില്ല. അപ്പോ ആ ഒരു കാരണം മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഇവർക്ക് ഉറങ്ങണം നിർബന്ധം ഉണ്ടെങ്കിൽ മേയർക്ക് വേണമെങ്കിൽ ഒരു താരാട്ട് പാട്ടം വെച്ചു കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു സൈറൺ അത് അത്രയധികം അരോചകമായി പോയി എന്നൊക്കെ ഇന്ന് കടന്നു വന്ന ഈ ഉദ്യോഗസ്ഥരും കലക്ടർക്കും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെന്തോ പെശകുണ്ട്. ഇവിടെ ഇവരെ കാണികളും വലിയ ആളുകളെ ചാർജ് എടുക്കുകയും വലിയ രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാളും പരാതി പറഞ്ഞതായി അറിയില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന കോടതിയിൽ ഇവരെക്കാണൊക്കെ വലിയ അധികാരം കൈയാളുന്ന ജഡ്ജിമാരുണ്ട്. അവര് കേസ് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ജഡ്ജിയാളെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമ്മളിത് അടിക്കാണ്ടിരിക്കുന്നില്ല, കൃത്യമായി അടിക്കുന്നില്ലേ? ഒരു ജഡ്ജിയും ഇവിടെ വന്നൊരു പരാതി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഇല്ലാത്ത അധികാരങ്ങള് ഉണ്ട് എന്ന് കാണിക്കാനുള്ള ചില അല്പത്തരങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്. ഇല്ലാത്ത അധികാരങ്ങൾ. അതുകൊണ്ട് ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയവും നമ്മൾ മാറ്റി വെക്കേണ്ടതില്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. പല രീതിയിലുള്ള ഇതുപോലുള്ള ചരിത്രപരമായ കുറെ നിർമ്മിതികൾ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാം. റോമിൽ ഉൾപ്പെടെ കാണാം, അവിടുത്തെ നാഴികമണി, ലെനിൻഗ്രാഡിൽ കാണാം. അങ്ങനെ ഇതിനെയെല്ലാം സംരക്ഷിക്കണം. അല്ലാണ്ട് താലിബാനിസം കൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഇവിടെ റോഡിലുള്ള കാര്യം അതുപോലും പരിഹരിക്കാൻ കഴിയാത്ത ആളാണ് ജനവിരുദ്ധമായ സമീപനം. ഒരു 10 ആളുകളുടെ വണ്ടി എടുക്കുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി ആ കണ്ണുകടിയാണ് നടക്കുന്നത്. അപ്പൊ ഈ കണ്ണുകടിക്കാതെ എന്തിന്റെ മേലെയും ചാടിക്കയറും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം ഈ കണ്ണുകടി. അതുകൊണ്ട് ഈ കളക്ടറെ എന്നല്ല ഞാൻ പറയുന്നത്, കളക്ടറെ ഇതിന്
പ്രേരിപ്പിക്കുന്ന ചില അല്പത്തരമുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിൽ. അത് ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനാകാം, അവര് തിരുത്തിക്കൊള്ളുന്നതാണ്. കോർപ്പറേഷൻ തിരുത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത് മുഴക്കുന്നതിന്റെ ലക്ഷ്യം എന്നതാണ്. അപ്പോൾ ഇതൊരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ കോർപ്പറേഷനും ജനങ്ങളും തമ്മിലുള്ള ഒരു മുൻപാലമാണ് ഈ സൈറൻ എന്നതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇതൊരു കണ്ണിയാണ്. ഇനി ഈ ഒരു ശബ്ദം, ഇത് അര സെക്കൻഡിൽ താഴെയുള്ള ശബ്ദം, എനിക്ക് പറയാനുള്ളത് ഒന്നുകൂടി ഇത് ഈ ശബ്ദം കൂട്ടേണ്ടതുണ്ട് എന്നതാണ്. കേവലം അര സെക്കൻഡ് മാത്രമുള്ള സൈറനാണ്. ഇതിനെ ജനങ്ങൾക്ക് ഉപദ്രവമാണ് ഈ ഒരു ശബ്ദം, ജനങ്ങൾക്ക് ദോഷമാണ് എന്നതാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ദോഷമാണ് തെളിയിക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ സൈറൻ മുഴക്കുന്ന ശബ്ദം ഒരു തരത്തിലും ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നതല്ല എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ദോഷമാണ് എന്ന് ശാസ്ത്രീയമായി ഏതെങ്കിലും രൂപത്തിൽ തെളിയിക്കാൻ കലക്ടർക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ഏവരും തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ജനങ്ങളുടെ ദോഷവും ഉറക്കം കെടുക്കലുമാണ് ഈ ഒരു സൈറൻ കൊണ്ട് ഉണ്ടാകുന്നത് എങ്കിൽ എനിക്ക് പറയാനുള്ളത്, ആദ്യം കലക്ടർ ചെയ്യേണ്ടത് ദിവസവും കലക്ടറുടെ മുന്നിൽ നിന്ന് നടക്കുന്ന ഉച്ചഭാഷിണി 2-3 മണിക്കൂറുകൾ ആളുകൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നതും അത്തരത്തിലുള്ള ഉച്ചഭാഷിണി ജനങ്ങൾക്ക് വലിയ ദുരന്തവും ദോഷവുമാണ്. അതുകൊണ്ട് കലക്ടറേറ്റിന് മുന്നിലുള്ള ഉച്ചഭാഷിണിക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കലക്ടർ ചെയ്യണമെന്നാണ് ഈ ഒരു സമയത്ത് നിർത്തലാക്കണം അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറക്കണം എന്ന് പറയുന്നത് കലക്ടറുടെ ധിക്കാരമായി തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും ഇതൊരു ദുരന്തമായിട്ടാണ് കലക്ടർ കാണുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തെരുവുകളിലൂടെ ഓടുന്ന ബൈക്കുകളിൽ പിടിപ്പിക്കുന്ന സൈലൻസർ അത് അഡീഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ശബ്ദം കൊണ്ട് എത്ര കുട്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര എന്താ പറയാ ഹാർട്ടിന് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ദുരന്തമായിട്ടാണ് കാണുന്നത്. അല്ലാതെ 3 നേരം മുഴങ്ങുന്ന കോർപ്പറേഷന്റെ സൈറനെ അതൊരു ദുരന്തമായിട്ട് കാണാൻ കളക്ടർ തീരുമാനിച്ചത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു ഒപ്പുശേഖരണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനെതിരെ തീവ്രത കുറക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അത് ആർക്കും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കോർപ്പറേഷൻ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ നാളെ നമുക്കറിയാം, ഇത് 6 മണിക്കാണ് നമ്മൾ ഈ സൈറൻ വാങ്ങുന്നത്, ബാങ്ക് വിളിക്കുന്നത് ഒരു 5 മണി ആ സമയത്താണ്. ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ അത് നാളെ നിർത്തലാക്കാൻ വേണ്ടി പറ്റുമോ? അതിനു വേണ്ടിയിട്ട് കളക്ടർ ഓർഡറുണ്ടോ? അതുപോലെ തന്നെയാണ് അമ്പലങ്ങളിൽ മുഴങ്ങുന്ന പാട്ടുകൾ, അതും എത്ര പുലർച്ചെയാണ് ഉണ്ടാകുന്നത്. ഈ ഇത്രയും ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു DIG കിടന്നുറങ്ങേണ്ട സമയമാണ് 6 മണി. ഈ 6 മണി സമയത്ത് മുഴങ്ങുന്ന ഈ സൈറന് ഇത്രയും ദുരന്തമായിട്ട് കലക്ടർ പ്രഖ്യാപിച്ചത് തന്നെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അജണ്ട. ഇവിടെ രവിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കലക്ടറുടെ ധിക്കാരപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് എനിക്കിത് കാണാൻ കഴിയുന്നത്. കാരണം കലക്ടർ എന്ന് പറയുമ്പോൾ ഒരു പോലീസിന്റെ കുടുംബത്തെയോ പോലീസിന്റെ ഒരു വക്താവോ ആയി മാറേണ്ട ആളല്ല. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു ജില്ലാ തലവനായിട്ടാണ് കലക്ടർ നിലകൊള്ളേണ്ടത്. എന്നാൽ ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും എതിരില്ലാത്ത ഒരു കാര്യം ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അത് പറയുകയും അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തെ ഒരു കൊച്ചാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് എടുത്തു മാറ്റും എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു വിനോദാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് രവിയേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ക്രമീകരണം നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ കലക്ടറുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട് വർഷങ്ങളായി നിലകൊള്ളുന്ന ഈ സൈറൻ നിലനിർത്തണമോ, ഇതൊരു ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തുടക്കത്തിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ അതിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കാതുകൾ അടക്കം അടച്ചുപോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്നത് പോലെ രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 6 മണിക്കും മാത്രം മുഴങ്ങുന്ന അവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന ആ ജീവനക്കാരുടെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കി. ഇപ്പൊ അവര്
പറയാനുള്ളത്. കാരണം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ഒരു സൈറൻ മുഴക്കുന്നത് ഈ ഒരു 3 ടൈം മാത്രമല്ല, ഇതിന്റെ വലിയൊരു അജണ്ട. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞത് റൈറ്റ് ടു ലൈഫ് ഇൻ എ ഡീസന്റ് മാനർ എന്നുള്ള ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മിയർ അനിമൽ എക്സിസ്റ്റൻസ് എന്ന ഡീസന്റ് മാനർ അതിനകത്ത് വരുന്ന ഒന്നാണ് പൊല്യൂഷൻ ഫ്രീ വാട്ടർ, പൊല്യൂഷൻ ഫ്രീ എയർ ആൻഡ് പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് എന്നറിയപ്പെടുന്നത്. 1996 MG മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന അറിയപ്പെടുന്ന കേസ് പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ കേസിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ പൗരന്മാർക്കും എല്ലാ വ്യക്തികൾക്കും പൊല്യൂഷൻ ഫ്രീ വാട്ടർ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് നേഷൻ ഓഫ് അതർ പീപ്പിൾ, പൊല്യൂഷൻ ഫ്രീ വാട്ടർ, പൊല്യൂഷൻ ഫ്രീ എയർ എന്നുള്ള ഒരു അവകാശം ഉണ്ടെന്നും ആ പൊല്യൂഷൻ ഫ്രീ എയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതില് എൻവയോൺമെന്റലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എൻവയോൺമെന്റിന്റെ വിരുദ്ധമായിട്ട് മീൻസ് ശബ്ദ മലിനീകരണം എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ശബ്ദ മലിനീകരണം വെച്ചാൽ ഒരു ഡെസിബലിന് മേളില് അത് പബ്ലിക്കിനെ ദോഷം ഹാനികരമാകും എന്നുള്ള രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ എന്റെ അറിവില് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല, ബഹുമാനപ്പെട്ട സെക്രട്ടറി ഉണ്ടായിരുന്ന സമയത്ത് വന്നു എന്ന് അറിയില്ല. ഒരു ഇൻസ്പെക്ഷൻ കണ്ടക്ട്, കാരണം ഡെസിബൽ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ ഡെസിബലിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതാ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അവര് കൊടുക്കുന്ന റിപ്പോർട്ട് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആ എത്ര ഡെസിബിൾ വന്നിട്ടുള്ളത് വലിയ ചർച്ചകൾ ഇത്തരം വിഷയമായി വന്നിട്ടുണ്ട്. കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്രമാണ് ഈ സൈറൻ. അത് നഗരസഭ ആയത് മുതൽ ഇന്നുവരെ വിവിധ രീതികളിൽ ഇവിടെ പലരും പറഞ്ഞു 3 നേരങ്ങളിലായി സമയം അറിയിച്ചുകൊണ്ട് പല ഉദ്ദേശങ്ങളും, അതുപോലെ അപകട സമയങ്ങളിൽ, അതുപോലെ ഗാന്ധി മരിച്ച ദിവസങ്ങളൊക്കെ ഈ രീതിയിൽ ബഹുമാനായ ഗാന്ധി മരിച്ച ദിവസങ്ങളൊക്കെ നമ്മൾ സൈറൻ മുഴക്കാറുണ്ട്. ആ രീതിയിൽ ഒരു വലിയ ചരിത്രമാണ് നമ്മുടെ മുമ്പാകെയുള്ളത്. അങ്ങനെ ചരിത്രങ്ങൾ പലതും നമ്മുടെ സമീപ പ്രദേശത്ത് മുസ്ലിം രാജവംശ അറക്കലിൽ നാഴികമണി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ അമ്പലങ്ങളിൽ പ്രാർത്ഥനാ ഗീതങ്ങൾ രാവിലെ ഉണ്ടാവാറുണ്ട്, മസ്ജിദുകളിൽ പ്രാങ്കൊളികൾ, അതുപോലെ ചർച്ചുകളിൽ മണിമുഴക്കം, അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ, ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു സമ്മിശ്ര സങ്കലനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്രങ്ങൾ, ആചാരങ്ങൾ അത് അതേപടി നിലനിർത്തി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സൈന്യവുമായി ബന്ധപ്പെട്ട് ബഹുമാനായ കലക്ടർ ഇറക്കിയ ഉത്തരവ് അത് യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായ തദ്ദേശ സ്ഥാപനത്തിനെതിരെ ഒരു ദുരന്ത നിവാരണ കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയത് അധികാര ദുർവിനിയോഗമാണെന്നും അതുപോലെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയുമായി അദ്ദേഹം പോയതെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ പരാതി കളക്ടറേറ്റിന് എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ പരാതി നൽകിയാൽ അതുടനെ സെക്രട്ടറിക്ക് അദ്ദേഹം ഫോർവേഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരമൊരു പരാതി, ഈ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്, മറിച്ച് സൈന്യവുമായി ബന്ധപ്പെട്ട കളക്ടറുടെ ഉത്തരവ് വന്ന ഒരു വാർത്തകളുടെ ഭാഗമായി ഇവിടെ 100-200ഓളം ആളുകൾ ഒപ്പിട്ട ഒരു പരാതി, അതിവിടെ പോലീസ് ക്വാർട്ടേഴ്സിലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒപ്പിട്ട ഒരു പ്രതിഷേധം. കാരണം സൈറൻ മുഴക്കുന്നത് നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിന് രാവിലെ എന്റെ വിഭാഗം കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരാതി കളക്ടർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ ഇവിടെ ഹാജരാക്കാമായിരുന്നു.
ഏതായാലും അത്തരമൊരു പരാതി ഉണ്ടോ എന്ന് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയുന്നതിന് ആ പരാതികൾ അതിന്റെ പകർപ്പ് കോർപ്പറേഷൻ ഹാജരാക്കുവാനും ആ പരാതി നൽകിയവരെ കലക്ടറുടെ സാന്നിധ്യത്തിൽ കോർപ്പറേഷൻ വെച്ച് ഹിയറിംഗ് നടത്തുവാനും ഈ കൗൺസിൽ തീരുമാനിക്കുകയാണ്. അതോടൊപ്പം സേലം എന്നുള്ളത് നമ്മുടെ ചരിത്ര ശേഷിപ്പാണ്. അത് അതേപടി തുടരുവാനും അതോടനുബന്ധിച്ച് ശബ്ദമലിംഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും ഈ കൗൺസിൽ തീരുമാനിച്ചതായി അറിയിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചാണ് ദുരന്ത സമയങ്ങളിൽ. നേരത്തെ പഴയ കാലങ്ങളിലൊക്കെ പല ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സേനം വഹിക്കുന്നത്. അതുകൂടി ഇതിന്റെ ഭാഗമാണ്. അതൊരു ചരിത്രമാണ്. അത് ഈ പറയുന്ന സമയം അറിയിക്കുന്നതിനപ്പുറം ദുരന്തങ്ങൾ അറിയിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ഈ സൈറൺ ഇത് തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ ലഭിച്ച മാസ് പെറ്റീഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈറൺ ഇവിടെ അതിന്റെ സൈറൺ മുഴക്കം നിലനിർത്തുകയാണ്. അതിവിടെ പറഞ്ഞു. അതോടൊപ്പം പരാതികൾ അത് ഇവിടെ ഹാജരാക്കുവാനും അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് കോർപ്പറേഷൻ ഹാൾ വെച്ച് നടത്തുവാനും ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനും കൗൺസിൽ ഇവിടെ തീരുമാനിച്ചതായി അറിയിക്കുന്നു. സൈറൺ നിരോധിക്കണമെന്ന കളക്ടറുടെ ഉത്തരവ് ധിക്കാരം എന്നാണ് കണ്ണൂർ കോർപ്പറേഷൻ പ്രത്യേക കൗൺസിൽ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് നടപ്പാക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ല എന്നുകൂടി പറയുകയാണ് കോർപ്പറേഷൻ. ആ സൈറൺ ഇവിടെ മുഴങ്ങി തന്നെ നിൽക്കും എന്ന് വ്യക്തമാക്കുകയാണ് മേയർ മുസ്ലിം മഠത്തിലും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.